ഹലോ! ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ച് നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എങ്കിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എങ്കിൽ അവർ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്ത് നോക്കാതിരിക്കും. അതായത് നിങ്ങളും ആ ഒരു വ്യക്തിയും കൂടി സംസാരിക്കുന്ന ടൈമിലൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഫേസിലേക്കേ നോക്കത്തില്ല. അതായത് നിങ്ങളും ആ ഒരു വ്യക്തിയായിട്ട് ഐ കോണ്ടാക്റ്റ് ഒന്നും വരുന്നില്ല. ആ ഒരു വ്യക്തി തറയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു, നിങ്ങളുടെ ഫേസിലേക്ക് നോക്കുന്നില്ല. ഇത്തരത്തിൽ നിങ്ങളും ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കാതെ സംസാരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തീരെ താല്പര്യമില്ല എന്നതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട്, ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലൊന്നും ആ ഒരു വ്യക്തി ശ്രദ്ധിക്കത്തേ ഇല്ല. അതായത് നിങ്ങൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴൊക്കെ ആ ഒരു വ്യക്തി വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഫോണിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ അടുത്ത് വേറെ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നതാണ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട്, ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എങ്കിൽ അവർ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു വ്യക്തി ഒന്നില്ലെങ്കിൽ എണീറ്റ് മാറി നിൽക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവരുടെ അടുത്ത് ചേർന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴത്തേക്കും അവർ കുറച്ചങ്ങ് മാറി നിൽക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോകും. ഇങ്ങനെ എല്ലായിടത്തും നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നതാണ്. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇത് ലൈക്ക് കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാൻ നടക്കുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പുഞ്ചിരിയാണ്. അതായത് നിങ്ങളും ആ ഒരു വ്യക്തിയും കൂടി സംസാരിക്കുന്ന ടൈമിലൊക്കെ ആ ഒരു വ്യക്തി മാക്സിമം ചിരിക്കാതെ നിൽക്കും. അതായത് ആ ഒരു വ്യക്തിയുടെ ഫേസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അവരോട് മിണ്ടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. ഇനി ചിരിക്കുകയാണെങ്കിൽ തന്നെ എന്തോ ഒരു ഉണ്ടാക്കിയിട്ട് ചിരിയായിരിക്കും ചിരിക്കുക, അതല്ലാതെ ഒരു ഹാപ്പിനെസ് ഒന്നും ആ ഒരു ഫേസിൽ ഉണ്ടാവില്ല. ഇത്തരത്തിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി ഇല്ലാത്ത ചിരി ഉണ്ടാക്കി ചിരിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നതാണ്. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട്, ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എങ്കിൽ അവർ കാണിക്കുന്ന ഒരു സൈൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടലാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ആ ഒരു കാര്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, നിങ്ങളോട് ദേഷ്യപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ടൈമിലൊക്കെ അവർ ശ്രദ്ധിക്കാൻ നിന്നിട്ട് പെട്ടെന്ന്, അതായത് നിങ്ങൾ പറയുന്ന ഒന്നും അവർ കേൾക്കുന്ന പോലും ഇല്ല, അങ്ങനെ കേൾക്കാതെ നിന്നിട്ട് പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ നിങ്ങളോട് ദേഷ്യപ്പെടും. ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഒരു വ്യക്തി നിങ്ങളോട് എപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നതാണ്. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ്. ഇനി ആറാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട്, ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യവും ആ ഒരു വ്യക്തിയോട് പറയുന്നു, എന്നാൽ നിങ്ങൾ പറയുന്ന പകുതി കാര്യങ്ങൾ ആ ഒരു വ്യക്തി കേൾക്കുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി ഒരു കാര്യം തിരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നുമില്ല. ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാൻ നിൽക്കുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യം പോലും കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നതാണ്. ഇതാണ് നമ്മുടെ സിക്സ്ത് പോയിന്റ്. ഇനി ഏഴാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഏഴാമതായിട്ട് വരുന്നവരൊന്നുമല്ല, ടൈമില്ല എന്ന് പറയും. അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ചെല്ലുമ്പോൾ ആ ഒരു വ്യക്തി പറയും എനിക്ക് ഇപ്പോൾ കേൾക്കാൻ ടൈമില്ല,
എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകും. ഇനി നിങ്ങൾ ഫോൺ വിളിച്ചാലും ഇത് തന്നെയായിരിക്കും പറയുക, ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് സമയമില്ല, ഇച്ചിരി തിരക്കിലാണ്. എന്നാൽ ഈ ഒരു വ്യക്തി പിന്നെ നിങ്ങളെ വിളിക്കത്തേ ഇല്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് കാണിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.